ഈ രാജ്യത്തെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പോരാട്ടങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന നേതാവ് ശ്രീ രാഹുൽ ഗാന്ധി, അദ്ദേഹത്തെ ഞാൻ ഈ വേദിയിലേക്ക് നിങ്ങളോട് സംസാരിക്കുന്നതിന് ക്ഷണിക്കുന്നു. तारिक अनवर जी, मुल्लापल्ली जी, रमेश चेन्नीथाला जी, केसी वेणुगोपाल जी, हमारे कैंडिडेट्स शानेमोल उस्मान जी, एस सरत जी, स्टेज पे कांग्रेस के वरिष्ठ नेता, यूडीएफ के वरिष्ठ नेता, brothers and sisters, friends from the media, I'd like to welcome all of you here today. വേദിയിലും സദസ്സിലുമുള്ള നേതാക്കളെ, സഹപ്രവർത്തകരെ, മാധ്യമ സുഹൃത്തുക്കളെ, നിങ്ങളെല്ലാവരെയും ഈ സായാഹ്ന വേളയിൽ ഞാൻ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. You are aware of the situation in the country today. A country that used to be united, confident, working together, is today angry, divided, and fighting amongst itself. നമുക്കെല്ലാവർക്കും അറിയാം നമ്മുടെ രാജ്യത്തിൻ്റെ ഇന്നത്തെ അവസ്ഥ. ഒരു കാലഘട്ടത്തിൽ എല്ലാവരും യോജിപ്പോടെ, ആത്മസമർപ്പണത്തോടെ, ആത്മാർത്ഥതയോടെ, പരസ്പര സ്നേഹത്തോടെ നിന്നിരുന്ന നമ്മുടെ രാജ്യം, പക്ഷേ ഇന്ന് അത് വെറുപ്പിൻ്റെയും വിദ്വേഷത്തിൻ്റെയും വിഭജനത്തിൻ്റെയും മേഖലയിൽ നിൽക്കുന്ന ഒരവസ്ഥയിലാണെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. What used to be our strength, the harmony in our complex country, is now our weakness. സങ്കീർണതയുള്ള നമ്മുടെ രാജ്യത്തിൻ്റെ ജനങ്ങളുടെ കൂട്ടായിട്ടുള്ള സ്നേഹവായ്പകൾ, പരസ്പര സ്നേഹം, അതായിരുന്നു നമ്മുടെ രാജ്യത്തിൻ്റെ ശക്തി എന്നുള്ളത്. പക്ഷേ ഇന്നതൊരു ദൗർബല്യമായിട്ടാണ് പലരും കണ്ടുകൊണ്ടിരിക്കുന്നത്. Political leaders going and dividing the nation. രാഷ്ട്രീയ നേതാക്കന്മാർ തന്നെ രാജ്യത്തിലെ ജനങ്ങളെ വിഭജിക്കുന്ന ചിത്രമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. Dividing the nation into, എതിരായിട്ടുള്ള വ്യവസ്ഥ. and then you see the result. അതിൻ്റെ ഫലമാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. 7-8 years ago, the whole world was talking about India and its progress. 7-8 കൊല്ലം മുമ്പ് ലോകം മുഴുവനുള്ളത് ചർച്ചാ വിഷയം നമ്മുടെ രാജ്യത്തിൻ്റെ വളർച്ചയെക്കുറിച്ചായിരുന്നു, അതിൻ്റെ ശക്തിയെക്കുറിച്ചായിരുന്നു. The whole world used to wonder how a country like India, 1.3 billion people, is growing harmoniously. 130 കോടിയോളം ജനസംഖ്യയുള്ള ഈ രാജ്യം ഇങ്ങനെ വളരുന്നതിൻ്റെ, മുന്നോട്ട് പോകുന്നതിനെക്കുറിച്ച് അത്ഭുതത്തോടു കൂടിയായിരുന്നു ലോകം നോക്കിക്കണ്ടത്. They used to come to my office and ask me, what is the success? What is the secret of India's success? അവരൊക്കെ ലോകത്തിൻ്റെ നാനാഭാഗത്തുള്ള ആളുകൾ എൻ്റെ ഓഫീസിൽ പോലും വരാറുണ്ടായിരുന്നു. അവർ ചോദിക്കാറുണ്ടായിരുന്നു, എന്താണ് ഈ ഇന്ത്യ രാജ്യത്തിൻ്റെ വിജയത്തിൻ്റെ പിന്നിലുള്ള രഹസ്യം എന്നുള്ള കാര്യം. How do all of you work together? Different languages, different cultures, different histories, different ideas. How you all work together? നിങ്ങളെല്ലാവരും ഈ അതേ ആളുകൾ 8 വർഷം മുമ്പ് ഇന്ത്യയെക്കുറിച്ച് പ്രകീർത്തിച്ച അതേ ആളുകൾ ഇപ്പോൾ വന്ന് ചോദിക്കുന്നത് നിങ്ങളുടെ രാജ്യത്തിന് എന്തു സംഭവിച്ചു എന്നുള്ളതാണ്. Some investors came to see me some time back. ചില സംരംഭകർ കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുമ്പ് എന്നെ കാണാൻ വന്നിരുന്നു. And in the conversation I asked them, what do they think? സംഭാഷണത്തിനിടയിൽ ഞാൻ അവരോട് ചോദിക്കുകയുണ്ടായി, നിങ്ങളെന്താണ് മനസ്സിലാക്കുന്നത്, എന്താണ് ആലോചിക്കുന്നത്. And they said to me, Mr. Gandhi, we are not foolish. അദ്ദേഹത്തോട് പറയുണ്ടായി, മിസ്റ്റർ ഗാന്ധി, ഞങ്ങളൊന്നും വിഡ്ഢികളല്ല. If Indian people themselves are not investing in India, why should we invest? ഇന്ത്യയിലെ തന്നെ സാമ്പത്തിക ശേഷിയുള്ളവർ ഇന്ത്യയിൽ അവരുടെ സമ്പാദ്യം നിക്ഷേപിക്കുന്നില്ലെങ്കിൽ പിന്നെ എന്തിനാ പുറം രാജ്യങ്ങളിലുള്ള ഞങ്ങൾ നിക്ഷേപിക്കുന്നതെന്നാണ് അവരെന്നോട് ചോദിച്ചത്. So what used to be our strength has suddenly become our biggest weakness. നമ്മുടെ രാജ്യത്തിൻ്റെ ശക്തി എന്തായിരുന്നോ
അത് പിന്നീട് അതേ കാര്യം ദൗർബല്യമായി മാറുന്ന ചിത്രമാണ് ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. We have a prime minister who keeps talking about make in India, make in India, make in India. നമുക്കൊരു പ്രധാനമന്ത്രിയുണ്ട്, എപ്പോഴും അദ്ദേഹം പ്രസംഗിച്ചുകൊണ്ടിരിക്കാറുണ്ട് മേക്ക് ഇൻ ഇന്ത്യ, ഇന്ത്യയെ സൃഷ്ടിക്കുക, ഇന്ത്യയെ സൃഷ്ടിക്കുക, ഇന്ത്യയെ സൃഷ്ടിക്കുക എന്ന് പറയാറുണ്ട് അദ്ദേഹം. And the world laughs at him ലോകം അതുകൊണ്ട് ചിരിക്കുകയാണ്. because they can see that he is the person who is dividing India so that it will never be able to make anything. കാരണം ആ ലോകത്തിലെ ആളുകൾക്ക്, നേതാക്കന്മാർക്കെല്ലാം മനസ്സിലാകുന്നുണ്ട് ഈ രാജ്യത്തെ ജനങ്ങളെ വിഭജിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആള് നിർഭാഗ്യവശാൽ നമ്മുടെ പ്രധാനമന്ത്രിയാണ് എന്നുള്ള കാര്യം തന്നെ അവരെല്ലാം മനസ്സിലാക്കുന്നതാണ്. International institutions are saying India is no longer a democracy. അന്തർദേശീയ പ്രസ്ഥാനങ്ങളെല്ലാം പറയാൻ തുടങ്ങിയിരിക്കുന്നു ഇന്ത്യ ഒരു ജനാധിപത്യം നിലകൊള്ളുന്ന രാജ്യമാണെന്ന് ഇപ്പോൾ പറയാൻ കഴിയില്ല എന്നുള്ളത്. I didn't imagine that I would see this day. ഞാൻ ഒരിക്കലും സങ്കല്പിച്ചിട്ടില്ല ഇങ്ങനെയുള്ളൊരു കാര്യം നമുക്ക് നേരിട്ടേണ്ടി വരുമെന്നുള്ള കാര്യം ഒരിക്കലും മനസ്സിലാക്കിയിട്ടില്ല. That some foreign institution is calling my country not a democracy and I have to keep quiet. ചില വിദേശങ്ങളിലുള്ള ചില സംഘടനകൾ നമ്മുടെ സ്വന്തം രാജ്യം ജനാധിപത്യപരമല്ല എന്ന് പറയുന്നത് കേട്ടുകൊണ്ടിരിക്കുക എന്ന് പറയുന്നത് എങ്ങനെ പറ്റും ഒരു ദേശസ്നേഹിയായ ആൾക്ക്? Because it is true. പക്ഷേ ഇന്നത്തെ സാഹചര്യങ്ങൾ അതിലേക്ക് എത്തിച്ചിരിക്കുന്നു എന്നുള്ളതാണ് സത്യം. So for all those people who ask the question, why is India unable to provide jobs for its youngsters? Why is the Indian economy not growing? I'll give you the answer. ലോകം മുഴുവനുള്ള ആളുകൾ ചോദിക്കുന്നത് എന്തുകൊണ്ടാണ് ഇന്ത്യയിലെ ചെറുപ്പക്കാർക്ക് ജോലി കൊടുക്കാൻ ഇന്ത്യക്ക് കഴിയാത്തത്? എന്തുകൊണ്ടാണ് ഇന്ത്യയുടെ സമ്പദ്ഘടനയെ പിടിച്ചു നിർത്താൻ ഇന്ത്യക്ക് കഴിയാത്തത്? Because we are no longer working together. അതിന് ഒറ്റ കാരണമേ ഉള്ളൂ, നമ്മൾ ഇന്ത്യക്കാരെ ഒറ്റക്കെട്ടായി ഒന്നിച്ച് പ്രവർത്തിക്കുന്നില്ല എന്നുള്ളതാണ് അതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്നുള്ളത് ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുകയാണ്. This is the truth. We are working for ourselves. We are working for our own community. We are working for our own language, for our own state, but we are not working for India. ഇത് നമ്മളിതിൻ്റെ കാരണം നമ്മളെല്ലാം സമുദായത്തിന് വേണ്ടി, അല്ലെങ്കിൽ സ്വന്തം ഭാഷക്കാർക്ക് വേണ്ടി, അല്ലെങ്കിൽ സ്വന്തം പ്രദേശത്തുകാർക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു. ഒന്നിച്ച് പ്രവർത്തിക്കാൻ നമുക്ക് കഴിയുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ പോരായ്മയായി നമുക്ക് കാണാൻ കഴിയുന്നത്. Because working for India means also working for the person who is standing in front of us. ഇന്ത്യക്ക് വേണ്ടി പ്രവർത്തിക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം നമ്മുടെ മുന്നിൽ നിൽക്കുന്ന ആൾക്ക് വേണ്ടി പ്രവർത്തിക്കുക എന്നുള്ളത് തന്നെയാണ്. So today I go to a college, I speak to hundreds of girls, and I cannot with confidence tell them that you will get a job. ഞാൻ ഇന്ന് എറണാകുളത്ത് ഒരു കോളേജിൽ പോയി അവിടെ കുറേ കുട്ടികളുമായി സംവാദത്തിൽ ഏർപ്പെടുകയുണ്ടായി, അവരോട് ചർച്ച നടത്തുന്നുണ്ടായി. പക്ഷേ എനിക്ക് അവരോട് പറയാൻ പറ്റില്ല നിങ്ങൾക്ക് ജോലി ഉറപ്പാണ് എന്ന് എനിക്ക് അവരോട് പറയാൻ പറ്റാത്ത അവസ്ഥയിലാണ് ഇന്ന് ഇന്ത്യ രാജ്യത്തുള്ളത്. I am scared to ask them the question, do you think you will get a job? Because I suspect the answer they will give me. എനിക്ക് സത്യത്തിലൊരു പേടിയായിരുന്നു അവരോട്, നിങ്ങൾ ജോലി കിട്ടുമെന്നുള്ള പ്രതീക്ഷ നിങ്ങൾക്കുണ്ടോ എന്നുള്ളത്. കാരണം എനിക്കതിനെക്കുറിച്ചൊരു ഉറപ്പ് എനിക്ക് തന്നെ ഇല്ലായിരുന്നു എന്നുള്ളതാണ്. I don't want them to say their reality. അവരോട് യാഥാർത്ഥ്യങ്ങൾ അവരോട് പറയണമെന്നുള്ള ആ ഒരു കാര്യം എനിക്ക് ഇഷ്ടമല്ലായിരുന്നു എന്നുള്ളതാണ് സത്യം. The reality being that they are highly educated young women, highly intelligent, highly capable, and their country and their state cannot promise them a future. യാഥാർത്ഥ്യം എന്താണ്? അവർ വളരെ ഉയർന്ന വിദ്യാഭ്യാസ യോഗ്യതയുള്ളവരാണ്, ഏറ്റവും ഉയർന്ന അർഹതയുള്ളവരാണ്, വളരെ കഴിവുള്ളവരാണ്, ഏത് ജോലിയും ഏറ്റെടുക്കാൻ കഴിവുള്ളവരാണ്. പക്ഷെ അവരോട് ഇത്തരം കാര്യങ്ങൾ പറയാൻ പറ്റുന്നു. When we were in power in the UDF here and in the UPA in Delhi, we understood how to run the economy. നമ്മുടെ രാജ്യത്തെ ഭരണത്തിലുണ്ടായിരുന്നപ്പോൾ, ഇവിടെ UDF ഭരണത്തിലുണ്ടായിരുന്നപ്പോഴും കേന്ദ്രത്തിൽ UPA ഭരണത്തിലുണ്ടായിരുന്നപ്പോഴും നമുക്ക് മനസ്സിലാക്കാൻ പറ്റുമായിരുന്നു, നമുക്കറിയാമായിരുന്നു എങ്ങനെ രാജ്യത്തിന് സമ്പദ്ഘടനയെ ശക്തിപ്പെടുത്താം, കെട്ടിപ്പടുക്കാം എന്നുള്ള കാര്യം. Economists write long theories on this, but it is actually very simple. What? Economists write long theories about this, but it is actually very simple. നമ്മുടെ സാമ്പത്തിക ശാസ്ത്രജ്ഞന്മാർക്ക് ഒരുപാട് സിദ്ധാന്തങ്ങളുണ്ട് ഇതിനെക്കുറിച്ച്. പക്ഷേ ആ ചിത്ര സിദ്ധാന്തങ്ങളൊന്നുമല്ല, ഇത് വളരെ ലളിതമായിട്ടുള്ള കാര്യമാണ്. First thing you need is harmony. ഒന്നാമത്തെ കാര്യം പരസ്പര സാഹോദര്യവും സ്നേഹവും നമ്മൾ തമ്മിൽ ഉണ്ടാകണമെന്നുള്ളതാണ് ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള കാര്യം. And the second thing you need is you need to put money into people's hands. രണ്ടാമത്തെ കാര്യം ഏറ്റവും പാവപ്പെട്ടവരായ ദരിദ്രനാരായണന്മാരായ സാധാരണക്കാരുടെ കൈകളിലേക്ക് പൈസ എത്തിക്കുക എന്നുള്ളതാണ്, അവരുടെ കയ്യിലേക്ക് പൈസ എത്തിച്ചു കൊടുക്കുക എന്നുള്ളതാണ് രണ്ടാമത്തെ കാര്യം. If those two things happen, India's economy will grow. ഈ രണ്ട് കാര്യങ്ങളും സംഭവിച്ചാൽ, അതായത്
പരസ്പര സ്നേഹത്തോടെയും സാഹോദര്യത്തോടെയും ജനങ്ങളെ ജീവിക്കാൻ പ്രേരിപ്പിക്കുകയും പാവപ്പെട്ടവൻ്റെ കൈകളിലേക്ക് പണം എത്തിക്കുകയും ചെയ്താൽ സ്വാഭാവികമായിട്ടും സാമ്പത്തിക രംഗം കുതിച്ചു ചാടുമെന്നുള്ളതാണ് യാഥാർത്ഥ്യം. The Prime Minister did demonetization. പ്രധാനമന്ത്രി നോട്ട് നിരോധിച്ചു. He applied a flawed GST. നമുക്കറിയാം GST എന്ന് പറയുന്ന നികുതി സമ്പ്രദായം വളരെ അപ്രായോഗികമായി കൊണ്ടുവന്നു. And then Corona struck. കോവിഡ് നമ്മുടെ രാജ്യത്ത് അതും ഒരുപാട് പ്രതിസന്ധികൾ സൃഷ്ടിച്ചു. We told the government, put money into people's hands immediately. നമ്മൾ ഗവൺമെന്റിനോട് പറഞ്ഞു, പല പ്രാവശ്യം പറഞ്ഞു, ജനങ്ങളുടെ കയ്യിലേക്ക് പണം എത്തിച്ചു കൊടുക്കൂ, Don't waste time, സമയം കളയാതെ എത്തിച്ചു കൊടുക്കൂ. because the economic engine needs to be started quickly. സാമ്പത്തിക മിഷന് സ്റ്റാർട്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്, തുടങ്ങേണ്ടതായിട്ടുണ്ട്. അതിനായി പണം ആളുകളുടെ കയ്യിലേക്ക് എത്തിച്ച് പണം വിതരണം ചെയ്യപ്പെടുന്ന സാഹചര്യം ഉണ്ടാകണം. മാർക്കറ്റിലേക്ക് ആ പണം എത്തണം. Nothing. They did nothing. അവരൊന്നും ചെയ്തില്ല. See, we know. We did Manrega. We put money into poor people's hands. The economy started working. ഞമ്മൾക്കത് അറിയാമായിരുന്നു. അതുകൊണ്ടാണ് ഇന്ത്യ കണ്ട ഏറ്റവും വിപ്ലവകരമായിട്ടുള്ള മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിലൂടെ പാവങ്ങളുടെ കൈകളിലേക്ക് പണം അന്ന് UPA ഗവൺമെന്റ് എത്തിച്ചു കൊടുത്തത് എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കണം. We do right to food. Economy starts working. നമ്മൾ ഭക്ഷണം കഴിക്കുക എന്ന് പറയുന്നത് അവകാശമാക്കി മാറ്റിയപ്പോൾ സാമ്പത്തിക രംഗം കുതിക്കാൻ തുടങ്ങി. We did farm loan waiver. Economy starts working. നമ്മുടെ കാർഷികരുടെ കടങ്ങൾ തള്ളി ആ പണം എഴുതിത്തള്ളിയ പണം അതും മാർക്കറ്റിലേക്ക് വന്നു. അപ്പോൾ സാമ്പത്തിക രംഗം ശക്തമായി. Logic is very simple. It's not complex. If you put money into a poor person's hand, that poor person will go and buy something. If he goes and buys something, someone will need to produce that thing. നമുക്കറിയാം, വളരെ ലളിതമായിട്ടുള്ള സിദ്ധാന്തമാണ് ഇത്. നമ്മൾ പണം കൊടുത്താൽ മാത്രമേ ആ പണം മാർക്കറ്റിൽ പോയി ചിലവഴിക്കാൻ പാവപ്പെട്ടവന് കഴിയൂ. അങ്ങനെ പാവപ്പെട്ടവൻ മാർക്കറ്റിൽ പോയി എന്തെങ്കിലും ചിലവഴിക്കണമെങ്കിൽ അവിടെ ഉൽപ്പന്നങ്ങൾ ഉണ്ടാകണം, അത് ഉൽപ്പാദിപ്പിക്കപ്പെടണം. If somebody starts to produce that thing, the factory will need people to do the job. അങ്ങനെ ഉൽപ്പാദനം നടത്തണമെങ്കിൽ ഫാക്ടറികൾക്ക് ഇത് ഉൽപ്പാദിപ്പിക്കാൻ ചെറുപ്പക്കാരെ വേണ്ടി വരും, ജോലിക്കാരെ വേണ്ടി വരും. അപ്പോൾ ജോലി സ്വാഭാവികമായിട്ടും ഉണ്ടാകും. And employment will start happening. അങ്ങനെ തൊഴിലവസരങ്ങൾ നാട്ടിൽ ലഭ്യമാകാൻ തുടങ്ങും. So the first thing we are going to do when we come to power in Kerala is Nyay Yojana. അപ്പോൾ ഞങ്ങൾ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു, UDF അധികാരത്തിൽ വന്നാൽ നമ്മൾ ആദ്യം ചെയ്യാൻ വേണ്ടി പോകുന്നത് ന്യായ് പദ്ധതി ഇവിടെ നടപ്പിലാക്കുക എന്നുള്ളതായിരിക്കും. And don't be confused that we are doing this as some form of charity. ഇത് ഏതെങ്കിലും ജീവകാരുണ്യത്തിന്റെ ഫലമായി കാരുണ്യത്തിന് വേണ്ടി ചെയ്യുന്നതാണെന്ന് നിങ്ങൾ ആരും ധരിക്കേണ്ടതായിട്ടില്ല. This is not charity. ഇത് കാരുണ്യമല്ല. We are giving you money through the Nyay Yojana so the economy starts working. ന്യായ പദ്ധതിയിലൂടെ പണം നൽകുന്നത് സാമ്പത്തിക രംഗത്തിന് കുതിച്ചാട്ടം ഉണ്ടാകാൻ കൂടി വേണ്ടിയാണ്, നമ്മുടെ സമ്പദ്ഘടനയെ ശക്തിപ്പെടുത്താൻ കൂടി വേണ്ടിയാണ്. നിങ്ങൾ മനസ്സിലാക്കുക. We are putting money in your pocket so that you can spend. Right now the chief minister is sitting in a car. There is no fuel in the car and he keeps turning the key. നമ്മുടെ മുഖ്യമന്ത്രി നമ്മൾ സങ്കല്പിക്കുക, ഒരു കാറിലിരിക്കുന്നു, അതിൽ എണ്ണയില്ല, പെട്രോളും ഇല്ല, ഡീസലും ഇല്ല. പക്ഷേ അദ്ദേഹം സ്റ്റാർട്ട് ചെയ്യുന്നു, വണ്ടി മൂവ് ചെയ്യുന്നില്ല, മുന്നോട്ട് പോവില്ല. അപ്പോൾ എന്തായാലും he just keeps turning the key, keeps turning the key, keeps turning. He won't put fuel in the car. താക്കോല് തിരിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട്, പക്ഷേ വണ്ടി ഓടുന്നില്ല. എന്ത് ചെയ്യാൻ പറ്റും? They take time. The left people take time to learn these things. നമുക്കറിയാം, ഇടതുപക്ഷക്കാർ കാര്യങ്ങൾ പഠിക്കാൻ സമയമെടുക്കുമെന്നുള്ളതാണ് യഥാർത്ഥമായിട്ടുള്ള കാര്യം. Maybe after another 20-30 years they will understand basic economics. ഒരു 10-25 കൊല്ലം കഴിഞ്ഞ് 20-30 കൊല്ലം കഴിഞ്ഞ് എല്ലാം വെള്ളം ഒഴുകിപ്പോയി കഴിയുമ്പോൾ അവർക്ക് മനസ്സിലാവും ഇങ്ങനെയാണ് കാര്യങ്ങൾ ചെയ്യേണ്ടത്. Right? But that is not the only money we're going to put in your hands. അത് മാത്രമല്ല നിങ്ങളുടെ കയ്യിലേക്ക് പണം ഞങ്ങൾ ഇടാൻ വേണ്ടി പോകുന്നത്. We will raise the welfare pension to 3,000 rupees a month. എല്ലാ ക്ഷേമ പെൻഷനുകളും, ഇവിടെ കയർ തൊഴിലാളികളുണ്ട്, കർഷക തൊഴിലാളിയുണ്ട്, എല്ലാ മേഖലയും പരമ്പരാഗത തൊഴിലാളികളുണ്ട്. എല്ലാ ക്ഷേമ പെൻഷനുകളും വർദ്ധിപ്പിച്ച് 3,000 രൂപയാക്കി വർദ്ധിപ്പിക്കുമെന്നുള്ളതാണ് ഞങ്ങൾ പറയുന്ന മറ്റൊരു കാര്യം. And we will give a right to income for homemakers between 40 and 60 of rupees 2,000 a month. നമ്മുടെ വീട്ടമ്മമാർ 40 മുതൽ 60 വയസ്സ് വരെ പ്രായമുള്ള വീട്ടമ്മമാർ, അവരെക്കുറിച്ച് ആരും ചിന്തിക്കാറില്ല. അവർക്ക് ആദ്യമായിട്ട്
ഒരു പെൻഷൻ പദ്ധതി നമ്മൾ ആരംഭിക്കുകയാണ് എന്നുള്ളതാണ് ഏറ്റവും ബൃഹത്തായിട്ടുള്ള കാര്യം. And most important, we will ensure minimum support price for rubber, coconut and paddy. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നെൽകൃഷിക്ക്, റബ്ബർ കൃഷിക്ക്, നാളികേര കൃഷിക്ക്, ഇതിന് മൂന്നിനും മിനിമം സപ്പോർട്ട് പ്രൈസ് ന്യായവില ഉറപ്പുവരുത്തുന്ന നടപടി നമ്മൾ സ്വീകരിക്കുമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. And please understand the logic, because the moment we give this money to you, you will start spending this money. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, നിങ്ങളുടെ കയ്യിലേക്ക് നമ്മൾ പണം തന്നാൽ നിങ്ങൾ അപ്പോൾ മുതൽ നിങ്ങൾ ആരംഭിക്കും ഈ പണം ചെലവഴിക്കാൻ. പ്രത്യേകിച്ച് പാവപ്പെട്ടവർ പണം നിക്ഷേപിക്കുകയല്ല, അവർ ചെലവഴിക്കുകയാണ് ചെയ്യുക. And the moment you start spending the money, jobs will be created automatically. നിങ്ങൾ പണം ചെലവഴിക്കുമ്പോൾ സാന്ദർഭികമായി തന്നെ പിന്നീട് നമുക്ക് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കപ്പെടുകയും ചെയ്യും. അതോടുകൂടി Today I was driving and I saw a lot of people selling fish on the side of the road. ഞാൻ വണ്ടിയിൽ വരുന്ന സമയത്ത് ഒരുപാട് പേര് നമ്മുടെ മത്സ്യബന്ധന തൊഴിലാളികൾ ഈ റോഡരികത്ത് മത്സ്യം വെക്കുന്നത് കാണുകയുണ്ടായി. കൊച്ചിയിലൊക്കെ അത് കണ്ടു ഒരുപാട്. And I was wondering what would happen if the deal that the Kerala government was doing with that American company to make trawlers would have gone through. ഞാൻ അത്ഭുതപ്പെടുകയായിരുന്നു. കേരള ഗവൺമെൻറ് അമേരിക്കൻ കമ്പനിയുമായി ഒപ്പിട്ടിരുന്ന കരാർ നടന്നിരുന്നുവെങ്കിൽ എന്ത് സംഭവിക്കുമായിരുന്നു ഈ മത്സ്യത്തൊഴിലാളികൾക്ക് എന്ന് ഞാൻ ആലോചിക്കുകയായിരുന്നു. What would happen if that lie had not been caught? ആ ഒരു വലിയ കള്ളത്തരം പിടിച്ചില്ലായിരുന്നുവെങ്കിൽ എന്ത് സംഭവിക്കുമായിരുന്നു എന്നുള്ള കാര്യം ഞാൻ ആലോചിക്കുകയായിരുന്നു. നമ്മുടെ പ്രതിപക്ഷ നേതാവാണ് അത് കണ്ടുപിടിക്കാൻ ഏറ്റവും നേതൃത്വം കൊടുത്തത്. What would have happened if that betrayal had not been caught? What would have happened if that betrayal had not been caught? ആ ഒരു വലിയ ചതി കണ്ടുപിടിച്ചില്ലായിരുന്നുവെങ്കിൽ എന്ത് സംഭവിക്കുമായിരുന്നു നമ്മുടെ മത്സ്യത്തൊഴിലാളി മേഖലയിൽ? Thousands and thousands of our fishermen brothers and sisters, thousands and thousands of people selling those fish would have been out of business. ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് നമ്മുടെ മത്സ്യത്തൊഴിലാളി സഹോദരന്മാർ അവർ സത്യത്തിൽ മത്സ്യം വിറ്റ് ജീവിച്ചിരുന്ന, മത്സ്യബന്ധനം നടത്തി ജീവിച്ചിരുന്നവർ അവരെല്ലാം തീരാ ദുരിതത്തിലാകുമായിരുന്നു. ഈ ഒരു പ്രത്യേകമായ സംവിധാനത്തിൽ നിന്ന് തന്നെ പുറത്താകുമായിരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. That deal shows the intention of the left front government. ആ ഒരു ഗൂഢനീക്കം ഇടതുപക്ഷ മുന്നണിയുടെ യഥാർത്ഥമായിട്ടുള്ള ഉദ്ദേശത്തെയാണ് പുറത്ത് കാണിക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കുക. And after they got caught, they said, okay, we will cancel the deal. കള്ളം കയ്യോടെ പിടിച്ചപ്പോൾ അവർ മനസ്സിലാക്കി, ഇതാ മതിയാക്കി, ഞങ്ങളിത് പിൻവലിക്കുകയാണ് എന്നവർ പറഞ്ഞു. It's like a thief comes to your house, is carrying away your television, you catch him and then he says, no, I'll leave it here. ഇത് നിങ്ങളുടെ വീട്ടിലൊരു കള്ളം കയറി വന്നു, ടെലിവിഷൻ എടുത്തുകൊണ്ട് കള്ളം കൊണ്ടുപോയി, നിങ്ങൾ കൈയോടെ പിടിച്ചു, അപ്പോൾ പറയും, ഓ സോറി ഞാൻ ഈ ടെലിവിഷൻ ഇവിടെ തന്നെ തന്നു പോവാണ് എന്ന് പറയുന്നത് പോലെയാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. Right? So that is the style and the intention. And what the left front does here, the Prime Minister does in Delhi. നമുക്കറിയാം ഇതാണ് അവരുടെ രീതി. ഇവിടെ ഇടതുപക്ഷ മുന്നണി ചെയ്യുന്നത് എന്താണെന്ന് വ്യക്തമായിട്ടും അതേ രീതിയാണ് പ്രധാനമന്ത്രി ഡൽഹിയിൽ ചെയ്യുന്ന അതേ രീതിയാണ് കേരളത്തിൽ ഇടതുപക്ഷം ചെയ്യുന്നത് എന്നുള്ളതാണ് യഥാർത്ഥമായിട്ടുള്ള കാര്യം. രണ്ടും ഒന്ന് തന്നെ. So the style is very simple: divide society and then hand what belongs to the society to other people. രീതി വളരെ വ്യക്തമാണ്. രീതി വളരെ ഒരേ ഒരു രീതിയാണ് രണ്ടുപേർക്കും. ജനങ്ങളെ വിഭജിക്കുക, എന്നിട്ട് ആ ജനങ്ങളെ തന്നെ വിൽപ്പനക്ക് കൊടുക്കുക എന്നുള്ളതാണ്. This election, our ticket selection has been different. ഈ തെരഞ്ഞെടുപ്പിൽ നമ്മുടെ സ്ഥാനാർത്ഥി നിർണയം ഒരുപാട് വ്യത്യസ്തത ഉള്ളതായിരുന്നു. We have given you many young candidates. ഒരുപാട് നല്ല ചുറുചുറുക്കുള്ള ഊർജ്ജസ്വലരായ സ്ഥാനാർത്ഥികളെ നിങ്ങൾക്ക് നൽകുകയാണ്. A silent revolution in the Congress party and the UDF. UDF-ലും കോൺഗ്രസിലും ഒരു നിശബ്ദമായ വിപ്ലവമാണ് സ്ഥാനാർത്ഥി നിർണയത്തിലൂടെ നമ്മൾ നടത്തിയതെന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. We have not ignored ത്തിലൂടെ ചെയ്തു എന്നുള്ള കാര്യം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. There is a reason for this. ഇതിനൊരു കാരണമുണ്ട്. Because we want to transform the conversation that is taking place in Kerala. നമുക്ക് വലിയൊരു മാറ്റം ഉണ്ടാക്കേണ്ടതായിട്ടുണ്ട്. ഇവിടെ കേരളത്തിൽ നടക്കുന്ന ചർച്ചകൾക്കിലൂടെ ഒരു മാറ്റം ഉണ്ടാക്കേണ്ടതായിട്ടുണ്ട്. We want a new imagination for Kerala going forward. പുതിയ ഭാവനകൾ കേരളത്തെ മുന്നോട്ട് നയിക്കാൻ പുതിയ ഭാവനകൾ, പുതിയ സങ്കല്പങ്ങൾ നമുക്ക് ഉണ്ടാകേണ്ടതായിട്ടുണ്ട്. We are
showing that we are not happy with the way politics is working in Kerala. ഇന്നത്തെ സാഹചര്യത്തിൽ നടക്കുന്ന രാഷ്ട്രീയത്തെ നമ്മൾ പൂർണ്ണമായി സംതൃപ്തരല്ല. കുറെ കൂടി പുതിയ മാനങ്ങൾ കേരള രാഷ്ട്രീയത്തിൽ ഉണ്ടാകേണ്ടതാണെന്ന് നമ്മൾ ഒരു ജനങ്ങളോട് വാഗ്ദാനം ചെയ്യാൻ കൂടി ആഗ്രഹിക്കുകയാണ്. And so we are injecting new blood into the system. അതുകൊണ്ടാണ് പുതിയ പുതിയ യുവരക്തങ്ങളെ നമ്മൾ ഈ സമൂഹത്തിലേക്ക് നമ്മൾ നിർത്തിയിരിക്കുന്നത്. And you will see this effect on the Vidhan Sabha and on the laws that are passed when the UDF comes to power. നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ബലം പ്രഖ്യാപിക്കുമ്പോൾ കേരള നിയമസഭയുടെ ചിത്രമെടുത്ത് കാണുമ്പോൾ നിങ്ങൾക്ക് പൂർണ്ണമായും വ്യക്തമാക്കും. അവിടെ പാസ്സാക്കുന്ന നിയമങ്ങളിലൂടെ മനസ്സിലാക്കുമ്പോൾ നിയമങ്ങൾ പാസ്സാക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും അതിലൂടെ. And I want to tell you, it is a bold step for a political party to take. ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് എടുക്കാൻ കഴിയുന്ന ഏറ്റവും ധീരമായ ഒരു നടപടിയാണ് കോൺഗ്രസ് ഇക്കാര്യത്തിൽ എടുത്തിരിക്കുന്നത് എന്ന് ഞാൻ നിങ്ങളോടെല്ലാം പറയാൻ ആഗ്രഹിക്കുകയാണ്. And we are doing it because we believe in you. ഇതെന്തുകൊണ്ടാണ് ചെയ്യുന്നത്? ഞങ്ങൾക്ക് നിങ്ങളിൽ പൂർണ്ണമായ വിശ്വാസമുള്ളത് കൊണ്ടാണ് ഇത് ചെയ്യുന്നത് എന്ന് പറയാൻ ആഗ്രഹിക്കുകയാണ്. Here we have Shanimol Usman ഇവിടെ നമ്മുടെ കൂടെ ഷാനിമോൾ ഉസ്മാൻ ഉണ്ട്, and Sarath. ശരത്തും ഉണ്ട്. And I know both of them, and I'm confident that they will work in your interest honestly with dedication. എനിക്ക് ഉറപ്പുണ്ട് അവർ രണ്ടുപേരും നിങ്ങൾക്ക് വേണ്ടി സത്യസന്ധതയോടെ ആത്മസമർപ്പണത്തോടെ പ്രവർത്തിക്കുമെന്നുള്ള കാര്യത്തിൽ എനിക്ക് ഉറപ്പുണ്ട്. Without taking a step back, with honesty, humility and respect. സ്നേഹത്തോടെ, വിനയത്തോടെ, സത്യസന്ധതയോടെ, പരസ്പര ബഹുമാനത്തോടെ നിങ്ങളോട് എല്ലാവരും അവർ പെരുമാറും, പ്രവർത്തിക്കുമെന്നുള്ള കാര്യം എനിക്ക് ഉറപ്പുണ്ട്. For me, it is not acceptable that a state like Kerala does not live up to its full potential. That a state like Kerala does not live up to its full potential. എനിക്ക് കേരളം പോലെയുള്ള സംസ്ഥാനത്ത് കേരളത്തിനുള്ള ഈ ഒരു വലിയ പൊട്ടൻഷ്യൽ, നമ്മുടെ കേരളത്തിൻ്റെ സാധ്യതകളെ ഒഴിവാക്കി കളയുന്നതിനോട് എനിക്ക് ഒരു കാരണവശാലും യോജിക്കാൻ കഴിയില്ല. You have demonstrated your capacity to the whole world. നിങ്ങൾ ലോകത്തിന് മുന്നിൽ കാണിച്ചു കൊടുത്തിട്ടുണ്ട്, നമ്മുടെ കേരളീയർ മലയാളികൾ കാണിച്ചു കൊടുത്തിട്ടുണ്ട് നമ്മുടെ സാധ്യതകളെക്കുറിച്ച്, നമ്മുടെ കഴിവുകളെക്കുറിച്ച്. I remember once I had gone to the Middle East. ഞാനൊരു പ്രാവശ്യം നമ്മുടെ ഗൾഫ് നാടുകളിൽ പോയത് ഞാൻ ഓർമ്മിക്കുകയാണ്. And I went to see a hospital there. അവിടെ ഒരു ആശുപത്രിയിൽ പോയി ഞാൻ കാണാനായിട്ട്. And I was talking to the chairman of the hospital. ഞാൻ ആ ഹോസ്പിറ്റലിൻ്റെ ചെയർമാനോട് സംസാരിക്കുകയായിരുന്നു. And I asked him, what makes your hospital run? ഞാൻ അദ്ദേഹത്തെ ചോദിച്ചു, നിങ്ങളുടെ ആശുപത്രി എങ്ങനെയാണ് നിങ്ങൾ പ്രവർത്തിക്കുന്നത്? Without any hesitation, he said, without Kerala nurses, my hospital can never run. കേരളത്തിലെ നഴ്സുമാരില്ലാതെ എനിക്ക് പ്രവർത്തിപ്പിക്കാൻ കഴിയില്ല എന്ന് ഒരു മടിയും കൂടാതെ അദ്ദേഹം ഉറച്ച ശബ്ദം. കേരള നഴ്സസ് വളരെ നല്ലവരാണെന്ന് തോന്നുന്നത് ഞാൻ അവരോട് ചോദിച്ചു. He said, because they are kind and they are humble. കാരണം വളരെ വിനയമുള്ളവരാണ്, സ്നേഹമുള്ളവരാണ് അവർ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. And most important thing he said because they understand the patient's pain. They understand the patient's suffering. അതാ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അവർക്ക് രോഗിയുടെ വേദന, രോഗിയുടെ മനോവിചാരം പൂർണ്ണമായിട്ടും ഉൾക്കൊള്ളാനും മനസ്സിലാക്കാനും കഴിയുന്നവരാണ് അവർ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. So if you can impress the rest of the world, it is not correct for you not to be able to bring jobs to your own state. നിങ്ങൾക്ക് ലോകത്തിൻ്റെ മറ്റു രാജ്യങ്ങളെ നിങ്ങൾക്ക് അവരെ വിസ്മയിപ്പിക്കാൻ കഴിയുമെങ്കിൽ And I have എന്തുകൊണ്ട് നിങ്ങൾക്ക് സ്വന്തമായിട്ട് ജോലി ഉണ്ടാക്കാൻ കഴിയുന്നില്ല എന്നുള്ള കാര്യം വളരെ സർപ്രൈസ്. And I have no doubt that it is not your shortcoming. നിങ്ങളുടേതായിട്ടുള്ളൊരു കുറ്റമല്ല അത് എന്നുള്ള കാര്യം എനിക്ക് പൂർണ്ണമായും വിശ്വാസമുണ്ട്. It is a shortcoming of the way your government is organizing itself. അത് നമ്മുടെ സർക്കാർ ഇതെങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നതെന്നുള്ള രീതിയാണ്. ആ കൈകാര്യം ചെയ്യുന്ന രീതിയിലുള്ള അപകടമാണ്, അഭാവമാണ്, അതിൻ്റെ ക്ലാരിറ്റി കുറവാണ് ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാകും. I'll give you a last example. ഞാനൊരു ഉദാഹരണം അവസാനമായി പറയാൻ ആഗ്രഹിക്കുകയാണ്. Everybody knows that there is joblessness in Kerala. എല്ലാവർക്കും അറിയാം കേരളത്തിൽ തൊഴിലില്ലാത്തവരുടെ എണ്ണം വളരെ കൂടുതലാണെന്ന്. Some weeks ago I went, there were some youngsters protesting in front of the Vidhan Sabha. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് തിരുവനന്തപുരത്ത് പോയപ്പോൾ തിരുവനന്തപുരത്ത് വിധാൻസഭയുടെ മുമ്പിൽ ഒരുപാട് ചെറുപ്പക്കാർ സമരമിരിക്കുകയായിരുന്നു. They were lying there on the street. അവർ ആ സെക്രട്ടേറിയറ്റിന് മുന്നിലുള്ള നിരത്തിൽ അവർ കിടക്കുകയായിരുന്നു. അവിടെ The chief minister and others refused to meet them. മുഖ്യമന്ത്രിയും മറ്റു മന്ത്രിമാരും അവരെ കാണാൻ സമ്മതിച്ചതേയില്ല. And when I spoke to them, they said to me that, we have not been able to get a job. We have been pushed out of the way.
so that people from the left front can be given a job. എന്നോട് അവർ പറയുണ്ടായി, ഞങ്ങൾക്ക് ജോലിയുടെ അവസരങ്ങളെല്ലാം നിഷേധിച്ചു, ഞങ്ങളുടെ അവസരങ്ങളെല്ലാം തള്ളി മാറ്റി, പകരം ഇടതുമുന്നണിയിലെ പാർട്ടിയിലെ പല ആളുകൾക്കും ജോലി കൊടുക്കുന്ന അവസരം ഈ നാട്ടിലുണ്ടായി എന്ന് ഞങ്ങളോട് പറയുണ്ടായി. They said, we are qualified, we are capable, but unqualified, incapable people are being given a job because they belong to the left front. അവർ പറയുണ്ടായി, ഞങ്ങളെല്ലാം അർഹതപ്പെട്ടവരാണ്, വിദ്യാഭ്യാസ യോഗ്യതയുള്ളവരാണ്, പരീക്ഷ പാസ്സായവരാണ്, പക്ഷേ ഇതൊന്നും ചെയ്യാത്ത, ഒരു യോഗ്യതയുമില്ലാത്ത, ഒരു അർഹതയുമില്ലാത്ത ഒരുപാട് പേർക്കാണ് ഇവിടെ ജോലി കൊടുത്തിരിക്കുന്നത് ഈ സർക്കാർ എന്ന് അവർ പറയുണ്ടായി. This is no way to run a state. ഇങ്ങനെയല്ല ഒരു സംസ്ഥാനം ഭരിക്കേണ്ടത്. If anything, first you give people of Kerala jobs, after that you give your own people jobs. നിങ്ങൾ ചെയ്യേണ്ടത് അർഹതപ്പെട്ട ആളുകൾക്ക് ആദ്യം ജോലി കൊടുക്കുക, എന്നിട്ടാണ് നിങ്ങളുടെ ആളുകളെ കുറിച്ച് ചിന്തിക്കേണ്ടത്. If you are able to give the youth of Kerala jobs, then you have the right to give your own people jobs. നിങ്ങൾ കേരളത്തിലെ അർഹതപ്പെട്ട ചെറുപ്പക്കാർക്ക് ജോലി കൊടുത്തു കഴിഞ്ഞാൽ, അവർക്കെല്ലാം കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആലോചിക്കാം നിങ്ങളുടെ ആളുകൾക്ക് ജോലി കൊടുക്കുന്നതിനെ കുറിച്ച് നിങ്ങൾക്ക് ആലോചിക്കാം. But if you are not able to give the youth of Kerala job, then you do not have the right to give your own people jobs. ചെറുപ്പക്കാർക്ക് ജോലി കൊടുക്കാൻ കഴിയാത്ത നിങ്ങൾക്ക് എന്ത് അർഹതയാണുള്ളത് നിങ്ങളുടെ സ്വന്തക്കാരെ തിരികെ കയറ്റാൻ ഈ ജോലിയിലേക്ക് എന്നുള്ള കാര്യമാണ് ഞാൻ ചോദിക്കുന്നത്. So I'd like to thank all of you for coming here this evening. It's a pleasure and an honor for me to speak to you. എനിക്ക് വളരെ സന്തോഷമുണ്ട് ഈ വൈകുന്നേരങ്ങൾ സായാഹ്നത്തിൽ നിങ്ങളെല്ലാം ഈ പ്രസംഗം കേൾക്കാൻ ഇവിടെ വന്നതിന് പ്രത്യേകമായി നന്ദി രേഖപ്പെടുത്തുകയാണ്. ഇത് വലിയ സന്തോഷമാണ് എനിക്ക് ഉണ്ടാക്കിയിരിക്കുന്നത്. And I'm confident that the UDF will win and our candidates here will win a sweeping victory. Thank എനിക്ക് you. ആത്മവിശ്വാസമുണ്ട്, ഉറച്ച സംതൃപ്തിയുണ്ട്. നമ്മൾ UDF വിജയിക്കും, ഈ രണ്ട് സ്ഥാനാർത്ഥികളും ഇവിടെ ജയിക്കുമെന്നുള്ള കാര്യത്തിൽ നമുക്ക് ഉറച്ച വിശ്വാസമുണ്ട്. ഒരു പ്രധാനപ്പെട്ട കാര്യം എനിക്ക് അറിയിക്കാനുണ്ട്. നമ്മൾ പ്ലീസ് നമ്മളെ ഇരട്ട വോട്ടിനെ സംബന്ധിച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷന് കൊടുത്ത പരാതി ഇലക്ഷൻ കമ്മീഷൻ അംഗീകരിച്ചിരിക്കുന്നു എന്നാണ് എനിക്ക് പറയാനുള്ളത്. പ്രാഥമിക അന്വേഷണത്തിൽ ക്രമക്കേടുകൾ കണ്ടെത്തി പാലക്കാട് 800, തവനൂർ 3000, കാസർഗോഡ് 640, കോഴിക്കോട് 3700 വ്യാജ വോട്ടർമാർ ഉണ്ട് എന്നുള്ള പ്രതിപക്ഷ നേതാവിൻ്റെ പരാതി അംഗീകരിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ